നമ്മുടെ ചിന്തയ്ക്കായിട്ട് പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 35 തൊട്ട് ഉള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അത് ധ്യാനിച്ചുകൊണ്ട് ചില ദൈവവചനം ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. There is great reward for your confidence. Do not throw away this confidence. അതാണ് ഇവിടെ പറയുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പേഷ്യൻ്റ് എൻഡ്യൂറൻസ് ഈസ് വാട്ട് യു നീഡ്. സഹിഷ്ണുത, പേഷ്യൻ്റ് എൻഡ്യൂറൻസ്, അങ്ങനെയാണ് NKJVയിലെ വാക്ക്. സോ ദാറ്റ് യു വിൽ കണ്ടിന്യൂ ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനായിട്ട് നമുക്ക് ആ സഹിഷ്ണുത ആവശ്യമാണ്. എന്നാൽ ഇവിടെ പറയുന്ന പ്രധാനമായൊരു കാര്യം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക്, അപ്പോൾ പിന്മാറുക എന്ന് പറയുമ്പോൾ അത് നാശത്തിലേക്കാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ എന്നാണ് ദൈവവചനം പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിൽ നമ്മളെ മടുപ്പിക്കുകയും നമ്മളെ ക്ഷീണിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ കർത്താവിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സഹിഷ്ണുതയോടെ നിൽക്കണമെന്ന് ദൈവവചനം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെടുവാനായിട്ടല്ല ഈ സഹിഷ്ണുത. രക്ഷിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ ജീവിതത്തിലെ ആ സംഭവത്തിൻ്റെ ഒരു ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത വെളിപ്പെടുന്നത്. വി ആർ കമ്മിറ്റഡ് ടു ജീസസ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന് നമ്മളെ പിൻപറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സഹിഷ്ണുത വെളിപ്പെടേണ്ടത്. ദൈവവചനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ക്ലിയറായിട്ട് 2 ചോയ്സ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ ഒക്കും. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പരിചിതമായൊരു വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്ര. അപ്പോൾ 2 വാതിലുകൾ നമ്മൾ പല പ്രാവശ്യം ഈ ദിവസങ്ങളിൽ നമ്മളിവിടെ കേട്ട ഒരു വചനം തന്നെയാണ്. 2 വഴികൾ, വിശാലമായ ഒരു വഴി, ഇടുക്കായിട്ടുള്ളൊരു വഴി. അനേകരുണ്ട് വിശാലമായ വഴിയിലൂടെ, നമുക്ക് കമ്പനിയൊക്കെ കിട്ടും. പക്ഷേ ഇടുക്കുവാതിലൂടെ ഞെരുക്കമുള്ള ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരുപാട് കമ്പനിയൊന്നുമില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൻ്റെ അവസാനം ജീവനാണ്. മറ്റേതിൻ്റെ അവസാനം നമ്മൾ നാശത്തിലേക്ക് പോകുന്നത്. ഈ ഞെരുക്കമുള്ള ഇടുക്കമുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടുപ്പുകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവവചനം പറയുന്നു, ഒന്ന്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്താ ഇതുവരെ ചെയ്തതെന്നുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം പ്രവർത്തിക്കാതല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീ അല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. ഇത് പണി കർത്താവാണ് തുടങ്ങിയത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. കർത്താവ് നമ്മൾക്ക് ചെയ്ത കാര്യങ്ങൾ, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാകാൻ ഇരിക്കുന്നേ ഉള്ളൂ. കർത്താവ് എന്തൊക്കെ നമുക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു അംശം നമുക്കറിയാം.
ഇനിയും നമുക്ക് മനസ്സിലാകാനുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. 2, കർത്താവ് ഇനി നമുക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർക്കണം. തിരുവനന്തപുരത്ത് വെക്കുന്ന വീടിനെ പറ്റി നമ്മളൊക്കെ വളരെ ശ്രദ്ധയാണ്, ഇപ്പം വെക്കാൻ പോകുന്നവരും വെച്ചിട്ടുള്ളവരുമൊക്കെ. പക്ഷേ എനിക്ക് അവിടെ ഒരു വലിയ വീട് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എത്ര പേര് എല്ലാ ദിവസവും ഓർക്കും? നമ്മളതങ്ങ് മറന്നു പോയിരിക്കുക. നമ്മുടെ അവിടുത്തെ വീടിനെ പറ്റി നമ്മൾ എത്ര പ്രാവശ്യം ഓർക്കുന്നു? അതുകൊണ്ടാണ് പറയുന്നത്, യേശുക്രിസ്തുവിനോട് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലിരിക്കുന്ന ഇടമായിട്ടുള്ള ആ വിഷയങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അതൊക്കെ മറന്നു കളയും. നമ്മുടെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കാനും ധൈര്യപ്പെടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. കർത്താവ് ചെയ്ത ഒരു കാര്യങ്ങൾ ഗലാത്യ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഈ ശാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ ആർക്ക് കഴിയും? വേറെ ആർക്കും കഴിയത്തില്ല. കർത്താവ് നമ്മളെ ഈ ശാപത്തിൻ്റെ കീഴിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചു. ജീവിതത്തിൽ വ്യാപരിക്കുന്ന ശാപങ്ങൾ തലമുറയായിട്ട് സെയിം തിങ് റിപ്പീറ്റഡ് ഇൻ എവറി ജനറേഷൻ. ഒരേ ഒരു കാര്യം പല ജനറേഷനിൽ റിപ്പീറ്റഡായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ശാപം വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരേ കുടുംബത്തിലുള്ള പലർക്ക് ചില പ്രശ്നങ്ങൾ ഒരേപോലത്തെയുള്ള പ്രശ്നങ്ങൾ വരുന്നുവെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയോ സംതിങ് ഈസ് ഹാപ്പനിങ് ദെയർ, എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഒരു പക്ഷേ ശാപമായിരിക്കാം. ഇങ്ങനെയുള്ള അനേക കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ ഒരു വഴി വെക്കുന്നു, ശാപത്തിൻ്റെ ഒരു കഴിയുണ്ട്. ആവർത്തന പുസ്തകത്തിലൊക്കെ ഏതെല്ലാം രീതിയിലുള്ള ശാപങ്ങളാണ് വ്യാപരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്നും പ്രിൻസിപ്പിളൊന്നും മാറുന്നില്ല പുതിയ നിയമത്തിൽ വരുമ്പോഴും. അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. കർത്താവ് അതിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനേ എനിക്ക് അതിനകത്തൊക്കത്തുള്ളൂ. എങ്കിലും റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 12 തുടങ്ങി 25 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ, അവിടെ പറഞ്ഞേക്കുന്നത് ദൈവപുത്രന്മാർ, സൺസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മളറിയാം. ദൈവവചനത്തിൽ നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ശിശുക്കളെന്ന് വിളിക്കും. അത് കഴിഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് കട്ടിയുള്ള ആഹാരമെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗ്രോത്ത് സ്റ്റേജസ് ഉണ്ട്. ഇവിടെ പറയുന്നത് സൺസ് ഓഫ് ഗോഡ്, മച്വർ സൺ ഓഫ് ഗോഡ്. ഈ മച്വർ സൺ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് പല ദൈവപണ്ഡിതന്മാർ പറയുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലിരിക്കുന്നു, കർത്താവ് മഹത്വത്തിൻ്റെ പ്രത്യാശയായിട്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ദൈവരാജ്യത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്നവരാണ് സൺസ് ഓഫ് ഗോഡ്, മച്വർ സൺസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരാനായിട്ട് വളരെയുണ്ട്. സൃഷ്ടി ഇങ്ങനെയുള്ളവരെ വേണ്ടി കാത്തിരിക്കുക. അപ്പം കർത്താവ് ഇതിനൊക്കെ വേണ്ടിയതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ ഇതെല്ലാം ഓർക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നു, നമുക്ക് മടുത്തു പോകേണ്ട യാതൊരു കാര്യമില്ല. വീണ്ടും നമ്മൾ പറഞ്ഞു, ആ 38 എബ്രായ ലേഖനത്തിൽ കണ്ടത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. പൂർവന്മാർ എന്ന് പറഞ്ഞാൽ ദി ഏൻഷ്യൻസ്, വളരെ മുമ്പ് ജീവിച്ചിരുന്നവർ, ഇവൻ ന്യായപ്രമാണത്തിന് മുമ്പ് പോലും കൊടുക്കുന്നതിന് പോലും മുമ്പേ ജീവിച്ചിരുന്നവർ, ദൈവത്തെക്കുറിച്ച് വളരെയൊന്നും വ്യക്തമായിട്ട് അറിയാൻ വയ്യാതിരുന്ന കാലത്ത് ജീവിച്ചിരുന്നവർ, അവർക്കൊക്കെ സാക്ഷ്യം ലഭിച്ചത് അവരുടെ വിശ്വാസം ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോഴാണ്.
ഒന്ന്, ഈ വിശ്വാസത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്, തുടക്കമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള നമ്മുടെ ഒരു ഉറപ്പ്. ദൈവത്തിൻ്റെ സ്വഭാവം, ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ഹീ ഈസ് ഹൂ ഹീ സേസ്. ഹീ ഈസ് ഹൂ ഹീ സേസ്. എന്താണെന്ന് തന്നെക്കുറിച്ച് പറയുന്നെങ്കിൽ അതാണ് ദൈവം. പറഞ്ഞിട്ടുണ്ട്, അതാണ് ദൈവം. അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, വേറെ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഹീ വിൽ ഡൂ വാട്ട് ഹീ സേസ്. അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ ചെയ്തിരിക്കും. നമുക്കിതൊരു ഉറപ്പാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. താൻ ആരെന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവൻ. 2, അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന അവൻ ചെയ്തിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഒരു ബിഗിനിങ് ആൻഡ് വിശ്വാസത്തിൻ്റെ എൻഡ് പോയിൻ്റ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോൾ കർത്താവിൻ്റെ അടുക്ക വരുന്നെങ്കിൽ വിശ്വാസത്തിലല്ലാതെ നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ ഒക്കത്തില്ല. യാക്കോബിൻ്റെ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, അസ്ഥിരനായ ഒരു മനുഷ്യനാണ് സംശയിക്കുന്നവൻ, കടലിലെ തിര പോലെയാണവൻ, അവൻ ദൈവത്തിൽ നിന്നൊന്നും കിട്ടുമെന്ന് ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൽ വേണം നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാൻ. അവനുണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ. ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ, എബ്രായ ലേഖനത്തിൻ്റെ യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം പറയുന്നത്, ദൈവൻ ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അനേകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമോ, എനിക്ക് ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ട്. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യനില്ലാത്ത ഭയം പിശാചുക്കൾക്കുണ്ട്. കാരണം അവനറിയാം ദൈവം ആരാണ്. അപ്പോൾ അതുമാത്രം പോരെ. ദൈവത്തെ അറിയാമെന്ന് പറയുന്നതല്ല, ദൈവം ഉണ്ട് എന്ന് പറയുന്നതല്ല. ആ ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ അക്നോളജ് ചെയ്യുന്നത് മാത്രം പോരാ. ദൈവത്തിന് നമ്മളിൽ നിന്ന് വേണ്ടത് ദൈവവുമായിട്ടുള്ള ഒരു ഗാഢബന്ധത്തിലേക്ക് നമ്മൾ നടക്കണം. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഞാൻ ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ നാളുകൾ കഴിഞ്ഞ ശേഷം എനിക്ക് ദൈവത്തെ എത്രത്തോളം ഗാഢമായിട്ട് ആഴത്തിൽ ഞാൻ അറിയുന്നു. പുതിയ നിയമത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില വചനങ്ങളുണ്ട്. കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ അത് ചെയ്തു, ഇത് ചെയ്തു. അതെല്ലാം സത്യമാണ്, ഇല്ലെന്ന് ദൈവം പറയുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ അറിയത്തില്ല. നീയും ഞാനുമായിട്ട് നല്ല ബന്ധത്തിലല്ലായിരുന്നു. കർത്താവിൻ്റെ നാമത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ പലതും നടന്നെന്നിരിക്കും. പക്ഷെ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. 2 ഇടത്ത് ഈ വിശ്വാസത്തിൻ്റെ ആവശ്യകത പുതിയ നിയമത്തെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് വിട്ടുകളയുന്ന, നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം, എങ്കിലും അവ വരുത്തുന്നവൻ അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരികല്ല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നത് അവന് നന്ന്. സൂക്ഷിച്ചു കൊള്ളുവീൻ. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിൻ്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ കർത്താവിനോട് 5-ാം വാക്യം, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞു. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ നമുക്ക് ഇടപെടാൻ കഴിയത്തില്ല. വിശ്വാസം വേണം. കർത്താവ് പറഞ്ഞ് ഇത്രയധികം ക്ഷമിക്കണം.
അവർ പറഞ്ഞു മാനുഷികമായിട്ട് സാധ്യമല്ല, ഇവിടെ ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഒക്കത്തില്ല. ഈ ഇടർച്ച എന്ന് പറയുന്നത് ഒഫൻസ്, ടെംപ്റ്റേഷൻ, ഇങ്ങനെയുള്ള പലതും കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 31 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, കർത്താവ് ശിമോനോട് പറയുന്നു, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുവിൻ. അപ്പോൾ പിശാചിന് എന്തുവായിരുന്നു വേണ്ടത്? പത്രോസിനെ ആ വലിയ പ്രയാസത്തിലിട്ട് ടെംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പരീക്ഷിച്ച് തന്നെ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് തന്നെ തെറിപ്പിച്ച് കളയണം, വിശ്വാസം നഷ്ടപ്പെടുത്തണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒരു മഹാപുരോഹിതനായിട്ട് കർത്താവ് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ലേ, ഇവനെ പാറ്റുന്നെങ്കിൽ പാറ്റിക്കോ, പക്ഷെ പാറ്റുമ്പോൾ പോലും അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല. തിരിച്ചു വരാതിരിക്കേണ്ടതിന്, തിരിച്ചു വരണമെന്നുള്ളത് കൊണ്ട് വിശ്വാസത്തിൽ നിലനിന്നേ ഒക്കത്തുള്ളൂ, വിശ്വാസം മുഴുവൻ പോകരുത്. അങ്ങനെ കർത്താവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞത്. തിരിച്ചു വന്ന ശേഷം കർത്താവ് പത്രോസിനെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നതെല്ലാം തൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ദൈവം പിന്നെയും സഹായിച്ചു. അപ്പം നമ്മുടെ വിശ്വാസമെന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളെ ആദ്യം പറഞ്ഞ വാക്യത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ. അപ്പോൾ പറഞ്ഞു, എത്ര വിശ്വാസമുണ്ടെന്നുള്ളതല്ല വിഷയം, ഡു യു ഹാവ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്. യഥാർത്ഥത്തിൽ നിനക്കൊരു ശരിയായ രീതിയിലൊരു വിശ്വാസം എന്നിലുണ്ടോ, എത്ര എനിക്ക് വിശ്വാസമുണ്ടെന്നുള്ള വിഷയമല്ല, കടുകുമണി പോലുള്ളതാണെങ്കിൽ പോലും കാര്യം നടക്കും. കർത്താവ് പ്രത്യേകമായിട്ട് പറഞ്ഞു അങ്ങനെയാണ് വേണ്ടത്. So faith is complete trust and loyalty to God that results in willingness to do His work. കർത്താവിനോടൊരു ശരിക്കുമുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം, ഞാൻ അനുസരിക്കാൻ റെഡിയാണ് എന്നുള്ളൊരു വിഷയം. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. ഈ കർത്താവ് എന്താണ് അവിടെ ചെയ്തത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ നമ്മളൊരു കാര്യം മറന്നു കളയരുത്, നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ ഈ മടുത്തു പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു മെസ്സേജ്. നമ്മുടെ ഈ ഇടുക്ക് വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. നമ്മുടെ ജീവിതം കണ്ടും നമ്മൾ മടുക്കരുത്, നമ്മുടെ കൂടുള്ള സഹോദരങ്ങളുടെ ജീവിതം കണ്ടും മടുക്കാൻ പാടില്ല. കാരണം ഒരു വചനം നമ്മൾ എപ്പോഴും ഓർത്തോണം. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഈ വചനം നമ്മൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ചിന്തിച്ചൊരു വചനമാണ്, പാസ്റ്റാന്ന് തോന്നുന്നു അതെടുത്ത വചനം. ഫോർ ബൈ വൺ ഓഫറിങ് ഹി ഹാസ് പെർഫെക്റ്റഡ് ഫോർ എവർ ദോസ് ഹു ആർ ബീയിങ് സാങ്ക്ടിഫൈഡ്. വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് നമ്മൾ. കർത്താവിൻ്റെ മുമ്പാകെ യേശുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പിതാവ് നമ്മളെ പൂർണ്ണരായിട്ട്, ഇൻ ക്രൈസ്റ്റ് വി ആർ കംപ്ലീറ്റ്, ക്രിസ്തുവിൽ നമ്മൾ കംപ്ലീറ്റാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ സാങ്ക്ടിഫിക്കേഷനിലൂടെ നടക്കുക. നമുക്ക് ഇനിയും പല കുറവുകളുണ്ട്, പല പോരായ്മകളുണ്ട്. ഈ പോരായ്മകളും ഈ കുറവുകളും വെച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ മുമ്പാകെ ഇൻ ക്രൈസ്റ്റ് വി ആർ കംപ്ലീറ്റ്, നമ്മൾക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് കൃപാസനത്തിന് മുമ്പാകെ കടന്നു പോകാനായിട്ട് നമുക്ക് ധൈര്യവും വഴിയും തുറന്നു കിട്ടിയത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ
We have been made perfect, yet we are being made holy. ഇങ്ങനെ നമ്മൾ ഈ സാങ്ക്ടിഫിക്കേഷൻ തുടരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ പിന്മാറാനല്ല, വീണ്ടും കർത്താവിനോട് അടുക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെക്കുറിച്ച് നമ്മളോട് പറയും, നീ ഇങ്ങനാണോ, നീ ഇത്രയും ഉള്ളോ, ഇങ്ങനെയൊക്കെ പിശാചി ചോദിക്കുമ്പോൾ, നോ, ഞാൻ ഇത്രയും ഉള്ളെങ്കിൽ തന്നെ ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, അത് കർത്താവ് പൂർത്തീകരിക്കും, കർത്താവ് ചെയ്യേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരിടത്ത് പറയുന്നത്, ഡു നോട്ട് ബി ഷോക്ക്ഡ്. ഞെട്ടരുത് നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വെളിപ്പെട്ട് വരുന്ന കാണുമ്പോൾ. ലജ്ജിക്കരുത്. ഡു നോട്ട് ബി അഷെയിംഡ്. അത്ഭുതപ്പെടരുത്. ഇതെങ്ങനാ, ഇതുണ്ടായിരുന്നു? കാരണം ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ നടത്തുന്ന പല സാഹചര്യങ്ങളിൽ കൂടി. എന്നോട് ഞാൻ കാനഡയിലായിരുന്നപ്പോൾ കർത്താവ് ഒരു വചനം, അൺയൂഷ്വലായിട്ടൊരു വചനത്തിൽ കൂടെ കർത്താവ് എന്നോട് ഇടപെട്ട് എൻ്റെ ജീവിതത്തിലൊരു ശുദ്ധീകരണത്തിന്. ഈ അടിമകളോട് പറയുന്നുണ്ട്, നിങ്ങൾ അടിമയായിട്ട് ഒരു വീട്ടിലായിരിക്കുമ്പോൾ നീ ചെയ്യുന്നതിൻ്റെ ഗുണം ഒരു ദൈവമകനാണ് അനുഭവിക്കുന്നതെന്നുള്ളത് കൊണ്ട് നീ അവനോട് വേണ്ടി നല്ലതുപോലെ പണിതോണാൻ. ഒരു അടിമയോട് ഇങ്ങനെ പറയുമെങ്കിൽ ചിലപ്പോൾ സ്വന്തം മക്കളോടായാലും കൊച്ചുമക്കളോടായാലും നിങ്ങൾ എങ്ങനെ ഇടപെടുന്നത്? നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ആരാ അനുഭവിക്കുന്നത്? അപ്പം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന് ഇനിയും ഒരുപാട് സ്കോപ്പുണ്ട്. കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് പക്ഷേ നമ്മൾ വില്ലിങ് ആയിരിക്കണം. നമ്മൾ ഇത് മതി, ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണം മുമ്പോട്ട് പോകത്തില്ല. ദൈവത്തിൻ്റെ കൂട്ടത്തോട് നമ്മൾ കോപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ നീ അത് ചെയ്യണം. ഇങ്ങനെ ഓരോന്ന് വെളിപ്പെട്ട് വരുമ്പോൾ ഈ പേടിച്ച് പിന്മാറുന്നവനായിട്ടല്ല. എൻ്റെ കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ട്. കർത്താവ് ഇതിനു മുമ്പേ അറിയാം. നമ്മുടെ മുമ്പിൽ വായിലൊരു വാക്ക് വരുന്നതിന് മുമ്പേ കർത്താവിനറിയാം എന്തോ ആ സംഭവം. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും എല്ലാം അവനറിയാം. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുക്ക വീണ്ടും വീണ്ടും അടുത്ത് പോകണം. കർത്താവെ, എന്നെ ഇനി ശുദ്ധീകരിക്കണം. കാരണം ഇത്രയും ശുദ്ധീകരണത്തോടെ നമുക്ക് കർത്താവിൻ്റെ അടുക്ക പോകാമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് നന്മയായിട്ട് തീരും. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ വലിയ പർപ്പസസിന് വേണ്ടിയാണ്. അത് ഇവിടെയുമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലോകത്തിലുമുണ്ട്. എത്രത്തോളം നമ്മൾ ഒരുക്കപ്പെടുന്നുവോ അത്രത്തോളം മാത്രമേ കർത്താവിന് നമുക്ക്. കഴിഞ്ഞ വർഷം നമ്മളോട് പറഞ്ഞു, അപ്രൂവ്ഡ് എന്ന് പറഞ്ഞൊരു വചനം കർത്താവ് പാസ്റ്റർ എടുത്തായിരുന്നു. കർത്താവ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് ചെയ്തു. പക്ഷെ അവനോട് ചേർന്ന് അവൻ നമ്മളിൽ പ്രവർത്തിക്കാൻ വീണ്ടും വീണ്ടും നമ്മൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കാൻ അനുവദിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കണം. കാരണം ദൈവവചനത്തിൽ കൂടെ നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുമെന്ന് പറയുന്നു. വേർഡ് ഓഫ് ഗോഡ് ഈസ് പവർഫുൾ ആൻഡ് ഇഫക്റ്റീവ് ലൈക്ക് എ ഡബിൾ എഡ്ജ് വേർഡ്, ഇരുവായത്തിലുള്ള വാള് പോലെ എന്നൊക്കെ പറയുന്നിടത്ത് പറയുന്ന ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കാൻ കഴിയുന്നു. എല്ലാത്തിൻ്റെയും അവസാനം പ്രവൃത്തിയായിട്ട് വെളി വരികയും വാക്കായിട്ട് വെളി വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നമ്മുടെ ഉള്ളിൻ്റെ ആഴത്തിൽ നമുക്ക് ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് ശുദ്ധീകരണം ആവശ്യം വരിക. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപം ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മോഹങ്ങളാൽ നിങ്ങൾ ആകർഷിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വശീകരിക്കപ്പെടുന്നു. നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പാപം ഗർഭം ധരിച്ച് മരണത്തെ പ്രസവിക്കുന്നു. ഇറ്റ്സ് എ സ്റ്റേജ് ബൈ സ്റ്റേജാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് വരുമ്പോഴും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ, കർത്താവെ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയത്തില്ല ഈ ലോകത്തിൽ. കാരണം കർത്താവ് നമുക്കിവിടെ വെച്ചേക്കുന്നത് നമ്മളെ തികഞ്ഞവരാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് ദൈവത്തോട് ചേർന്ന് നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവാണ്. 12-ാമത്തെ അധ്യായത്തിൽ, ആകയാൽ
ദൈവവചനം നമ്മളോട് പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതിന് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ ചെയ്തെടുത്തു. ചിലർക്കൊക്കെ വാഗ്ദത്തം പ്രാപിച്ചു, ചിലർക്കൊക്കെ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവരുടെ വിശ്വാസത്താൽ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സാക്ഷ്യം പ്രാപിച്ചു. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ സമൂഹം നമുക്കുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അക്കൗണ്ട് കൊടുക്കാനുണ്ട്. നമുക്ക് മുമ്പേ പോയ ഒരു വലിയ സമൂഹം അവിടെ ഉണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഇന്നോടി നാളെ വീണു. വീണിടത്ത് കിടക്കാതെ അപ്പോഴെങ്കിലും എഴുന്നേറ്റ് ഓടിയാൽ അവസാനം ചെല്ലേണ്ടടുത്ത് ചെല്ലാൻ ഒരുപാട് താമസിക്കത്തില്ല. ദൈവം അതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വീഴണമെന്നല്ല, വീണാൽ സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കണം. യേശുവിനെ നോക്കണം. എപ്പോഴും യേശു. അവനാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ ഉള്ളിലത്തെ നായകൻ. ഇറ്റ്സ് ഒറിജിനേറ്റർ, ഓഥർ, ഫിനിഷർ. നായകനും പൂർത്തി വരുത്തുവാനും യേശുവിലേക്ക് ശ്രദ്ധിച്ച്, കർത്താവേ എൻ്റെ വിശ്വാസത്തിൽ ഇനിയും ഞാൻ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടല്ലോ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ, നമ്മുടെ പാപത്തിൻ്റെ വിഷയത്തിൽ, പാപത്തിൽ വീഴുന്ന വിഷയത്തിൽ എല്ലാം നമ്മുടെ വിശ്വാസം ഒരു വലിയ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദേവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളിൻ. കർത്താവ് ഒരുപാട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാം കർത്താവ് ഈ ലോകത്തിൽ അനുഭവിച്ചു. നമുക്ക് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടു. തൻ്റെ ജനനത്തെക്കുറിച്ച് മറ്റൊരു മനുഷ്യൻ മറിയയുടെ മകനെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അന്നത്തെ കാലത്ത് ഏറ്റവും ഒന്നുമില്ലാത്തവരാണ് ഒരു കുഞ്ഞിനെ, കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാൻ യെരൂശലേം ദേവാലയത്തിൽ ഒരു കുറുപ്രാവിനെ യാഗം കഴിക്കേണ്ടത്. അവിടെ കർത്താവിൻ്റെ കാര്യത്തിൽ അതേ ഉള്ളായിരുന്നു. നമ്മളിങ്ങനെ നോക്കിയാൽ നഗ്നനാക്കപ്പെട്ടു, എന്തെല്ലാം, എവിടൊക്കെ ഒരിടത്ത് അവരെ ഹോസന്നാന്ന് വിളിച്ചിട്ട് അടുത്തത് കല്ലെറിയാൻ നിന്നു, എടുത്ത് തലകീഴായി കളയാനിരുന്നു, വിശ്വസിച്ചില്ല, എല്ലാം കണ്ടിട്ടും തള്ളിക്കളഞ്ഞു. അപ്പം നമ്മൾ അനുഭവിച്ച എല്ലാം, നമ്മളാക്കി ഈ ലോകത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സകലതും അനുഭവിച്ച കർത്താവാണ് നമുക്ക് മുമ്പുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, അവനെ ശ്രദ്ധിച്ച് നോക്കുക. അവൻ നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി എന്നും പക്ഷപാതം ചെയ്യാൻ അവൻ പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. നമുക്ക് വേണ്ടി അവൻ എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അംശം നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ മതി നമ്മുടെ ഈ ലോകത്തിൽ ജയത്തോടെ ജീവിക്കാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയിച്ചിരിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ഞാൻ തള്ളിക്കളയത്തില്ലെന്നൊരു വാഗ്ദത്തം തന്നു. ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ ക്ഷീണിച്ച് മടുത്തു പോകാതെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മൾക്ക് ഒന്ന് ധൈര്യപ്പെടാം. നമ്മൾ അതിനുവേണ്ടി മനസ്സ് വെക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.